ഹായ് ഫ്രണ്ട്സ്, മിറാൻഡ സിറിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വയനാട്ടിലെത്തി മൂന്നാമത്തെ ദിവസമാണ്. ഇന്ന് രാവിലെ ഇപ്പോൾ ഞങ്ങൾ ഒരു ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഹിമവൽ ഗോപാൽ സ്വാമി ടെമ്പിൾ, ഒരു മലയുടെ മുകളിലുള്ള ഒരു മനോഹരമായിട്ടുള്ള ടെമ്പിളാണെന്ന് പറഞ്ഞ് കേട്ടിട്ട് അത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ രാവിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്ത് ബന്ദിപ്പൂർ വനത്തിലൂടെ ഡ്രൈവ് ചെയ്ത് ഗുണ്ടൽപേട്ട് വരെ പോയി തിരിച്ചു വരാമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഗുണ്ടൽപേട്ട് എത്തിയപ്പോഴാണ് ഇങ്ങനെയൊരു സ്ഥലം അവിടെ ഉണ്ടെന്ന് ഒരാൾ പറയുന്നതും. അപ്പോൾ ഞങ്ങളങ്ങനെ അങ്ങോട്ട് പോയി. ഇതപ്പോൾ അതിൻ്റെ ആ കവാടത്തിലെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ സൈഡിൽ നിന്ന് അവിടെ പോലീസുകാരൊക്കെ ഉണ്ട്. അതിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്ത് KSRTC ബസ്സിൽ കയറിയിട്ടാണ് ഈ മലമുകളിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ ചെറിയൊരു ചുരം കയറിയിട്ടാണ് നമ്മൾ ഈ ടെമ്പിളിൻ്റെ അടുത്ത് അവർ എത്തിക്കുന്നത്. അപ്പോൾ ഈ ടിക്കറ്റ് എടുക്കുന്നിടത്ത് എത്തിയാൽ നമ്മുടെ കയ്യിലുള്ള ബാഗൊക്കെ അവർ പരിശോധിക്കും. അതിൽ പ്ലാസ്റ്റിക് സാധനങ്ങളോ പ്ലാസ്റ്റിക് കവറ് കുപ്പി ഇതൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അവരിത് വാങ്ങി വയ്ക്കും. എന്നിട്ട് മാത്രമേ നമ്മളെ ഈ വണ്ടിയിലേക്ക് കയറ്റുള്ളൂ. അപ്പോൾ പ്ലാസ്റ്റിക് ഒന്നും മുകളിലേക്ക് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ അവരോട് വാങ്ങി വയ്ക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നല്ല നീറ്റായിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയ ബസ് വളരെ പതുക്കെയാണ് ചുരം ഇങ്ങനെ കയറുക. അതിൻ്റെ രണ്ട് സൈഡിൽ നിന്നുള്ള കാഴ്ചകൾ, നല്ല ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. മലമുകളിലേക്ക് ഇങ്ങനെ പതുക്കെയാണ് ബസ് കയറി പോവുക. അപ്പോൾ അത് നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. മേലെ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. കണ്ടോ, എന്ത് രസമാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ. താഴെ ഇങ്ങനെ തട്ടായിട്ടുള്ള കൃഷിഭൂമി ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. ഇങ്ങോട്ടുള്ള റോഡും നമ്മൾ ബന്ദിപ്പൂരിൽ നിന്ന് നമ്മൾ ഈ ഹിമവൽ ഗോപാൽ സ്വാമി ടെമ്പിളിൻ്റെ അങ്ങോട്ട് വരുന്ന ആ റോഡും എൻ്റെ രണ്ട് സൈഡും കൃഷി സ്ഥലങ്ങളൊക്കെ ആയിട്ട് അതും കാണാൻ നല്ല ഭംഗിയാണ്. അതിൻ്റെ നടുവിൽ ഗ്രാമം, അതിൻ്റെ ഉള്ളിൽ കൂടി രണ്ട് സൈഡിലും നിറയെ കൃഷി സ്ഥലങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയ വീടും ചെറിയ ചേരികൾ പോലെ കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ ആയിട്ട് അതും കാണാൻ നല്ല ഭംഗിയാണ് ഇങ്ങോട്ട് വരുന്ന ഈ വഴിയും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ ബസ്സിൽ കൂടി ഇങ്ങനെ ഈ ചുരം പതുക്കെ ഇങ്ങനെ കയറി കഴിയുമ്പോൾ നമുക്ക് ദൂരെ നിന്ന് മാനിനെയും അങ്ങനെയുള്ളതൊക്കെ നമുക്ക് കാണാനായിട്ടും പറ്റും. ഇപ്പോൾ ദാ ഈ അമ്പലത്തിൻ്റെ ഏറ്റവും അടുത്ത് നമ്മളെത്തി. ഇതിൻ്റെ ടോപ്പിൽ ബസ്സിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് ആ അമ്പലം. കണ്ടോ, ഇവിടെ എത്തിയ ഒരു പ്രത്യേക വൈബാണെന്ന് പറയില്ലേ. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. നല്ല കാറ്റൊക്കെ വീശുന്ന നല്ല ഭംഗിയുള്ള സ്ഥലം. കാണാനും നല്ല രസമാണ്. ഒരുപാട് ആളുകൾ ഇങ്ങനെ വരും. അവർ ഇപ്പോൾ അതിനകത്ത് കയറി തൊഴാനൊക്കെ ആയിട്ട് ആളുകൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയിട്ടിട്ട് ഞങ്ങളതിൻ്റെ അമ്പലത്തിൻ്റെ ആ ഉള്ളിലേക്കൊന്നും പോയിട്ടില്ല. ഈ കവാടം വരെ പോയിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ചുറ്റുപാടുമാണ് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അത് നോക്കി നോക്കൂ, നല്ല വൃത്തിയായിട്ട് അവർ സൂക്ഷിച്ചിട്ടുമുണ്ട്. നല്ല ഭംഗിയാണ് കാണാനും. അവിടെ നിന്ന് അങ്ങോട്ട് ദൂരേക്ക് വരെ നമുക്കിങ്ങനെ പച്ച വിരിച്ച് നിൽക്കുന്ന കുന്നുകളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക. ഇവിടെ നിന്ന് അങ്ങോട്ട് കിടക്കാതിരിക്കാൻ വേലി പോലെ ഇങ്ങനെ അവർ കമ്പി വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനപ്പുറം കിടക്കാനായിട്ട് പറ്റില്ല. വന്യമൃഗങ്ങളൊക്കെ വരുന്ന സ്ഥലമാണ്, ആനയും ഒക്കെ വരുന്ന സ്ഥലമാണ്. അപ്പോൾ മാനുകളൊക്കെ അങ്ങനെ ദൂരെയായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. കണ്ടോ, ഇത് വനമാണ്. വനത്തിനുള്ളിലാണ് ഈ ടെമ്പിളുള്ളത്. അപ്പോൾ ഇതൊക്കെ കാടാണ്. ഇത് ഈ ഭാഗങ്ങളൊക്കെ കാടാണ്. കാടിൻ്റെ നടുക്കായിട്ടാണ് ഈ ടെമ്പിളുള്ളത്. അതിങ്ങനെ മലയുടെ മുകളിലായിട്ട്. കണ്ടോ, എന്ത് ഭംഗിയാണ് കാണാൻ. ഇവിടെ ഇങ്ങനെ കുറേ നേരം ഇരിക്കാനൊക്കെ നല്ല രസമാണ്. ഞങ്ങളിവിടെ കയറി ഇരുന്ന് കുറേ സമയം ഇരുന്നിട്ടാണ് തിരിച്ചിറങ്ങിയത്. അപ്പോൾ ഇതിങ്ങനെ ഒരു 10 മണി മുതൽ ആളുകളെ ബസ് 5 മണി വരെ ഇങ്ങനെ ആളുകളെ ഈ KSRTC ബസ്സിൽ ഇതേപോലെ ഇങ്ങനെ കയറ്റി അവരെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കും. അത് തിരിച്ച് പോകുമ്പോൾ ആദ്യം തൊഴാൻ വന്നവരൊക്കെ അതിൽ കയറി പോവും. അങ്ങനെ നമുക്കിവിടെ എത്ര സമയം വേണമെങ്കിലും ഇരിക്കാം. അതിനനുസരിച്ച് നമുക്ക് ബസ് വരുന്നതിനനുസരിച്ച് നമുക്ക് തിരിച്ച് പോവുകയും ചെയ്യാം. ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഈ കാഴ്ചകൾ നല്ല ഭംഗിയാണ് കാണാൻ. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. ഇത് ഇങ്ങനെ വീഡിയോയിൽ കാണുന്നേക്കാളും നേരിട്ട് വന്ന് കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഭംഗി മനസ്സിലാവുക. ഒരു പ്രത്യേക ഫീലാണ് ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്നത്. കണ്ടോ, നിറയെ പുൽത്തകിടി പച്ച വിരിച്ചിങ്ങനെ കിടക്കുന്ന പുൽത്തകിടി പോലത്തെ സ്ഥലം, അങ്ങനത്തെ കുന്നുകൾ, പുല്ല് നിറഞ്ഞ കുന്നുകളൊക്കെയാണ് ഇവിടെ നിന്ന് ദൂരെ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്.
ഞങ്ങൾ രാവിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ബന്ദിപ്പൂർ വനത്തിലൂടെ നാഷണൽ പാർക്കിൽ കൂടി ഒരു ഡ്രൈവും പിന്നെ ഗുണ്ടൽപേട്ടിലെത്തിയ സൂര്യകാന്തി പാടത്ത് നിന്ന് ഒരു ഫോട്ടോയൊക്കെ എടുത്ത് കുറച്ച് നേരം എടുത്ത് തിരിച്ചാണ്ട് ഇറങ്ങാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. തിരിച്ചു പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ ഗുണ്ടൽപേട്ടിലെത്തിയപ്പോഴാണ് ഞങ്ങളിങ്ങനെ കൃഷി സ്ഥലത്തുകൂടി പോണ കാര്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവിടെ ഒരാൾ പറഞ്ഞത്, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ റൂട്ട് പോയാൽ നിങ്ങൾക്ക് ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു ടെമ്പിൾ കാണാം. ആ പോകുന്ന വഴിയിലും നല്ല രസമാണ്, നിറയെ കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചത്. കണ്ടോ, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇവിടെ വന്നിരിക്കാൻ പ്രത്യേക ഫീലാണ്. ഇവിടെ വന്ന് കുറച്ച് നേരം നമുക്ക് കുറേ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് തോന്നും. അവിടെ എത്ര നേരം ഇരുന്നാലും നമുക്ക് ബോറടിക്കില്ല. അങ്ങനെ നല്ല തണുത്ത കാറ്റും അങ്ങനെയൊക്കെ ആയിട്ട് ഏകദേശം 12 മണിയാണ് ഞങ്ങളിവിടെ എത്തുമ്പോൾ. പക്ഷേ ആ വെയിലിൻ്റെ ചൂടോ ബുദ്ധിമുട്ടോ ഒന്നുമില്ലാതെ ഒരു പ്രത്യേക തണുപ്പും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്കവിടെ ഇരിക്കാനായിട്ട്. ആ ബസ്സുകൾ ഇങ്ങനെ വരുന്നുണ്ട്, അതിലെ ആളുകൾ വരും. തിരിച്ച് ഈ ബസ് പോകുമ്പോൾ തൊഴുതിറങ്ങിയവരൊക്കെ അതിൽ കയറും. അങ്ങനെ ഞങ്ങളും ഈ വന്ന ബസ്സിൽ തിരിച്ച് കയറി പോവാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.